രാവിലെ റിസൾട്ടാ. BP ഹയ്യ, ഷുഗർ ഹയ്യ, കൊളസ്ട്രോള് ഹയ്യ, എല്ലാം ഹയ്യ. എന്തോ അവസ്ഥയാണെന്ന് ആലോചിച്ചോണം. എന്റെ ദൈവം തമ്പുരാനെ, നല്ലൊരു ത്രികോണമാ. തിരുവോണമായിട്ട് സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കണ്ട ഞാനാ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി എനിമ കാണണ്ട ഗതികേടാ. എന്റെ കെട്ടിയോനാ മെനകെട്ട മനുഷ്യൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അറിയാവോ? പുരുഷോത്തമൻ എന്നാ പേര്. ഒരു ഉത്തമവും ഇല്ലാത്ത പുരുഷന്റെ ഗതികേടൊക്കെ അങ്ങനെ കാണിച്ചു വെക്കുന്നത്. എന്റെ പുറകിലുണ്ടായിരുന്നെങ്കിൽ ഇതെവിടെ പോയി കിടക്കും ഇങ്ങനെ. പ്രൗഢി മഹാരാജാവ് ഉത്തിരി ഇട്ടോണ്ട് വരുന്ന പോലെയല്ലേ കൂറത്തോർത്ത് ഇട്ടോണ്ട് വരുന്നത്. നിങ്ങൾ അവിടെ പക്ഷെ എന്റെ പുറകിൽ വരണമെന്ന് ഞാൻ പറഞ്ഞല്ലായിരുന്നോ? ഞാൻ ബാത്റൂമിലേക്ക് കയറിയായിരുന്നു. ബാത്റൂമില് ഇപ്പത്തെ കാര്യത്തിന് പോയത് അങ്ങോട്ട് ATM കാർഡ് ഇട്ട് പൈസ എടുക്കാൻ പോയി. അതിനാണല്ലോ ബാത്റൂമിൽ എല്ലാവരും കയറുന്നേ. ബാത്റൂമിൽ പോയതല്ല, നിങ്ങള് ഏതോ റൂമിൽ കയറി പാത്തിരിക്കാൻ പോയത് ഓപ്പറേഷൻ പേടിച്ചിട്ട്. നീ ഒറ്റ എടുത്ത് കാരണമല്ലോ ഇപ്പൊ ഇവിടെ വന്നിരിക്കേണ്ട ഗതികേടുണ്ടായത് എനിക്ക്. എന്റെ അനാവശ്യമായ വർത്തമാനം പറഞ്ഞോണ്ടല്ലോ ഞാൻ കാരണമാണോ? എന്റെ പൊന്നമ്മേ, ഇങ്ങേറെ കാര്യം കൊണ്ട് എനിക്ക് വീട്ടിൽ ഇരിക്കാൻ പൊറുതിയില്ല. ഞങ്ങളുടെ വീട്ടിലെ കാര്യമാന്നേ കൂട്ടാൻ ഇഷ്ടം പോലെ കറി വെച്ചുണ്ടാക്കണം. എന്നാലും ഇങ്ങേർക്ക് തികയത്തില്ല. ചില സമയത്ത് ചോറും കൂട്ടാനും വിളമ്പി വെച്ചേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അത്തപ്പൂ ഇട്ട് വെച്ചേക്കുന്ന പോലെ അറിയാവോ? ചുമ്മാ കാടിച്ചപ്പം പറിച്ച് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, വായിക്കും വയറിനും രുചിയായിട്ട് തിന്നുന്ന രീതി വേണം അവിടെ ഉണ്ടാക്കാൻ. അപ്പൊ ഇത്ര നാളെ ഞാൻ ഉണ്ടാക്കിയ നിങ്ങൾ വാരി തിന്നുമായിരുന്നു അതോ വയറ്റത്ത് വാരി തേക്കുമായിരുന്നു? അയ്യോ, അത് വാരി വയറ്റത്ത് തേക്കാൻ പോലും കൊള്ളത്തില്ലേ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പൂച്ചക്ക് ഇട്ട് കൊടുത്തപ്പോ പൂച്ച വരെ രൂക്ഷമായിട്ട് തന്നെ നോക്കുക. അതേണ്ട ഇതുപോലെ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് കേട്ടോ. ഇങ്ങേർക്ക് ഒരു ദിവസവും മീൻ വിഴുകാതെ ഇറങ്ങത്തില്ല ഇങ്ങേർക്ക്. ഞാൻ പൊന്മാനാണോ എന്നും പോയി മീൻ വിഴുകണം? നല്ല എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കരുത് കേട്ടോ. ഇന്ന് രാവിലെ എവിടെ കണ്ട് വായ നോക്കാൻ പോയപ്പോ മീൻകാരനെ കുറച്ച് പൊടിമോൻ മേടിച്ചോണ്ട് വന്നു. പൊടിമോനോ? ഏത് പൊടിമോൻ? പൊടിമീൻ. എത്ര നേരം എടുത്താന്നറിയോ? നടുവും കളഞ്ഞ് ഞാനത് വെട്ടിത്തേച്ച് കഴുകി എടുത്തത്. അന്നേരം ഇയാൾക്ക് വേണം പീര പറ്റിച്ച് കൊടുക്കാൻ. പിന്നെ പൊടിമീനൊക്കെ കിട്ടിയാ പീര പറ്റിച്ച് കിടക്കാനായിട്ടല്ലേ? അതെ, പുളിയൊക്കെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കി തരാം. അങ്ങനെയാണ് സ്നേഹമുള്ള ഭർത്താക്കന്മാർ ചെയ്യേണ്ടത്. ആണോ? ഞാൻ അന്നേരം പറഞ്ഞു, പുരുഷണ്ണോ ഈ തേങ്ങ ഒന്ന് പൊട്ടിച്ചതാ. ഇങ്ങേർക്ക് അടുക്കളയിൽ പോയി വെട്ടുകത്തി എടുത്തോണ്ട് വരാനുള്ള മടി കാരണം തേങ്ങ ഇങ്ങനെ അങ്ങോട്ട് എടുത്തു വെച്ച് കൈവച്ചൊരൊറ്റ വെട്ട. അതുകൊണ്ടാ പൊട്ടി. തേങ്ങയോ? അല്ല, നിങ്ങളുടെ കൈയുടെ അല്ലേ. നീ ഇത്രയും അടുപ്പിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അത്രയും വലിയ പൊട്ടലൊന്നും ഇല്ല. ചെറുതായിട്ട് ചെറിയ ഒരു പൊട്ടൽ മാത്രമേ ഉള്ളൂ. അത് ശരിയാ, വലിയ പൊട്ടലായിരുന്നു. തേങ്ങ കൂടെ അങ്ങ് പൊട്ടിയാനല്ലോ. ഇല്ല, എവിടെ കാണാൻ വിൽക്കാരെ? കനമ്മ ചേച്ചിയാ. കനകമ്മ ചേച്ചിയാന്ന്. ഓ, ഒന്നും പറയണ്ട. വരുത്തൊന്നുമില്ല. ഇങ്ങനെ അതും വേണ്ടി ഒപ്പിച്ചു വെച്ചിട്ടില്ലയോ? എനിക്കറിയാമേ. നീ ഒരു കാര്യം ചെയ്യണേ. ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പുത്തൻ ഒരു സെറ്റ് സാരി അതിന്റെ ബ്ലൗസും മേടിച്ചു വെച്ചിട്ടുണ്ട്. നീ അതും കൊണ്ടുവരണം. ഓ, നീ ഓണമൊക്കെ ഇവിടെ ആന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഇവിടെങ്കിലും അങ്ങ് അത്തപ്പൂക്കളൊക്കെ ഇടാവല്ലോ. ശരി. കാണിച്ചേ എന്തുവാ ഇത്? ഇത് കാര്യം പറയുന്നത് ചേച്ചിയുടെ പേരെന്ത്? എന്നെ കാണാൻ നല്ല രസമുള്ളത്. അതങ്ങനെ വരത്തുള്ളൂ. മണിക്കുട്ട ഹാപ്പിയാണോ എന്ന് എന്നോട് ഹാപ്പിയാണോ ഒപ്പിച്ചു വെച്ചേട്ടാ. മുയൽക്കുഞ്ഞ് ഇത്ര നേരം കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ കഴിയുമ്പോ ഈ മുയൽക്കുഞ്ഞ് അങ്ങ് വളർന്ന് വലുതാവും. ഇത്രയും വലിയ കെട്ടാവും. അയ്യോ, ഈ കെട്ട് വെച്ചു ഞാനിങ്ങനെ ചോറ് തിന്നും. നീ വാരി തരുമല്ലോ, അത് മതി. ഇങ്ങനെ നോക്കി അങ്ങോട്ട് ഇരുന്നാ മതി. വേണമെങ്കിൽ ഈ കൈ കൊണ്ട് വാരി തിന്നോണം. ഈ കൈ കൊണ്ടോ? ഒരു കൈ കൊണ്ട് 2 ജോലിയൊക്കെ എടുപ്പിക്കുന്ന മോശമല്ലേടി? അയ്യോ, നന്മമരമേ, ഇതൊക്കെ നേരത്തെ ചിന്തിക്കണമായിരുന്നു കേട്ടോ. ഡോക്ടർ എന്തോ പറഞ്ഞെന്നറിയാവോ? എത്രയും പെട്ടെന്ന് സർജറി വേണമെന്ന്. സർജറി വേണോ? ഇല്ല. ഓ, ആ ചെറിയൊക്കെ വല്ല കാര്യമുണ്ട്. എന്തോ ഒരു കഷ്ടമാന്ന് പറഞ്ഞിട്ട് പറക്കണ പഞ്ഞി സൂചി സിറിഞ്ച് അളവാവട്ടെ. ഏത് മൂട് ഓപ്പറേഷൻ മൂട്, ഏത് മൂട് ഗുളിക മൂട്, ഏത് മൂട് കമ്പി മൂട്. കമ്പി മൂടല്ല, കമ്പി ഇടുന്ന മൂട്. അത് മീറ്റർ തെറ്റും. ഏത് മൂട്? കമ്പി ഇടുന്ന മൂടെന്ന് പറയുമ്പോ മീറ്റർ തെറ്റും. നിങ്ങളൊക്കെ ഒരു മനുഷ്യരാണോ? വയ്യാത്തൊരുത്തൻ ഇങ്ങനെ കടത്തിക്കൊണ്ട് പോകുമ്പോ ഇമാതിരി അടിച്ചുപൊളി പാട്ടൊക്കെ പാടിയിട്ടാണോ വരുന്നത്? അയ്യോ, ഇതെന്റെ ജോലിയാ. എന്റെ ജോലി ഞാൻ ആസ്വദിച്ചാൽ ചെയ്യത്തുള്ള ആരാന്നേലും. അയ്യോ, അവന്റെ ആസ്വാദനം കണ്ടാ നമ്മൾ വിചാരിക്കും അവൻ ഈ രോഗങ്ങളും അപകടങ്ങളും ഒന്നും ഉണ്ടാവത്തില്ലെന്ന്. അവന്റെ ആസ്വാദനം എന്താ പറയുക? അല്ല, ഞങ്ങള് തമ്മില് കുറച്ച് ആത്മഗതാഗതം മന്ത്രിച്ചതാ. ഗതാഗത മന്ത്രിയോ? ഗതാഗത മന്ത്രി അല്ലെന്ന്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞാണെന്ന്. കെട്ടികളാണ് നിങ്ങളുടെ കെട്ടികളാണ് ഇത്? അല്ലടാ, ഞാൻ OP ടിക്കറ്റ് എടുത്തപ്പോഴേ 5 രൂപ ബാലൻസ് തരാനില്ലായിരുന്നു. പകരം തന്നതാ. അവിടെ തന്നാന്ന്. എന്റെ പേരെന്തുവാ? ഗിരീഷ്. ചുമ്മാ അല്ല ഇവിടെ കിടന്ന് മെഴുകുന്നത്. ഗ്രീസ് എന്ന് പറഞ്ഞേ. ഗിരീഷ് എന്നല്ലേ പറഞ്ഞേ? ഗിരീഷ് അറ്റൻഡറാ അല്ലേ? എങ്ങനെ കിട്ടി ഈ ജോലി? ജോലി എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ നേരത്തെ ഇവിടുത്തെ ഡോക്ടറായിരുന്നു. അയ്യേ, അത് മോശമായി പോയി.
ഈ അച്ഛനൊക്കെ ഡോക്ടർ ആവുമ്പോൾ മക്കളും ഡോക്ടർ ആവണം, അല്ലാതെ ഈ ഉരുട്ടുന്ന പണിയൊക്കെ ഇല്ലേ? അതെ, അതെ. അച്ഛൻ നാണക്കെടല്ലേ അത്? അതെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനോട് ജോലി ചെയ്യുന്ന സമയത്തേ ഞാനും അമ്മയുടെ അച്ഛനെ കാണാൻ വരുമായിരുന്നു. ശരി. അന്ന് ഞാൻ കുഞ്ഞല്ലായിരുന്നു. അന്നേരം ഞാനിങ്ങനെ ഈ സ്ട്രെച്ചർ എടുത്ത് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് കളിച്ചോണ്ട് നടക്കുമായിരുന്നു. അന്നേരം വേറെ ഡോക്ടർ അച്ഛനോട് പറഞ്ഞു, മോനെ ഡോക്ടർ ആക്കണമെന്ന്. അന്നേരം എന്റെ അച്ഛൻ പറഞ്ഞു അവന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കട്ടെ. ഞാൻ അന്ന് തിരഞ്ഞെടുത്ത ഈ സാധനം. അങ്ങനെയാണ് ഞാൻ ഇതായത്. ഞാൻ നോക്കിയടാ, കള്ളം പറഞ്ഞില്ലൂടാ, നിന്റെ അച്ഛൻ ഡോക്ടർ സത്യം പറ. ഒരു പനി വന്നാൽ ചൂടുവെള്ളം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഞങ്ങളുടെ അച്ഛന് എന്ത് ആശുപത്രി പോയിട്ട് ഡോക്ടർ എന്ന് പറയാൻ അറിയത്തിട്ട് പോവാത്ത രാഘവന്റെ മോനാ ഞാൻ. അല്ല ഗിരീഷേ, ഈ ജോലി എങ്ങനെ കിട്ടി? എഴുതി കിട്ടിയതാണോ? അല്ല, ആശ്രിത നിയമനം വല്ലോ? എന്നാ പിൻവാതിൽ നിയമനം ആണാണ്? അങ്ങനൊന്നല്ല. പിന്നെ ഞാൻ പറയാം, ഇച്ചിരി വെള്ളം തരാം. വെള്ളം ഒരു മനുഷ്യൻ എനിക്ക് കുടിക്കാൻ പറ്റുള്ളൂ. മനുഷ്യൻ നിങ്ങളെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പേര് രജിസ്റ്റർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ജോലി. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് പറയാനാ ഒരു കുപ്പി വെള്ളം തീർത്തത്. 2-3 തവണ പറഞ്ഞായിരുന്നു ഈ ആശുപത്രി ടാങ്കിലെ വെള്ളം മൊത്തം തീർത്തരേ കേട്ടോ. അല്ല കൊള്ളാം. അല്ല ഗിരീഷേ, ഇവിടെ ഈ അറ്റൻഡന്റ് വേക്കൻസി വല്ലതും ഉണ്ടോ? ഒരു 4-5 വേക്കൻസി ഉണ്ടെന്ന് തോന്നുന്നു. അതെങ്ങനെ അറിയാം? കുറെ വീൽ ചെയർ അവിടെ പൊടി പിടിച്ച് കിടപ്പുണ്ട്. അത് ഓടിക്കാൻ ആൾ വേണമല്ലോ. പിന്നെ എന്റെ അനന്തരവനെ വെറുതെ വീട്ടിൽ ഇരിക്കും, അവന് സ്കോപ്പ് വല്ലതും ഉണ്ടോ? വെറുതെ ഇരിക്കുന്നമാർക്ക് ഇവിടെ ഒരു കോപ്പും ഇല്ല. ഇവിടെ അതല്ല അവന് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടി എന്താ പഠിച്ചവന്? അവൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുക. ക്ഷമിക്കണേ, നിങ്ങളുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഇയാൾ ഇടിച്ചങ്ങിട്ടു. നിങ്ങൾക്ക് പറയാൻ അറിയത്തില്ലെങ്കിൽ PG എന്ന് പറ. PG അതെന്താ? മണ്ണൂത്തി. PG അല്ല, മണ്ണൂത്തി. മനുഷ്യ PG എന്ന് വെച്ചാൽ ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ മതി. പിന്നെ ഗിരീഷ, ഇവിടെ ഒരു കുഞ്ഞു മോള് ഡോക്ടർ ഇല്ലായിരുന്നു? കുഞ്ഞുമോളെ ഒന്നും ഇവിടെ ഡോക്ടർ ആക്കത്തില്ല. പഠിച്ച് വലുതാവുന്ന ആൾക്കാരെയൊക്കെ ഇവിടെ ഡോക്ടർ ആക്കും. ഇവിടെ ഒരു കുഞ്ഞുമോള് ഡോക്ടർ ഗൈനക്കോളജി ഉണ്ടായിരുന്നു. കുഞ്ഞുമോളെ ഡോക്ടർ ഇല്ല, പ്രസവാവധിക്ക് പോയേക്കുവാ. നമ്മൾ 2 ആഴ്ച മുന്നേ ഒരു ബുധനാഴ്ച വന്നപ്പോഴുണ്ടല്ലോ ഡോക്ടർ ഇവിടെ ഇല്ലായിരുന്നു. അന്നേരം പ്രസവാവധിക്ക് പോയേക്കുമായിരുന്നു. ഞാൻ അച്ഛനെ കൊണ്ടുവന്ന് കണ്ടില്ലല്ലോ ഇവിടെ. അന്നേരം കുഞ്ഞുമോളെ ഡോക്ടർ പ്രസവാവധിക്ക് പോയേക്കുമായിരുന്നു. എന്റെ ഈ പെണ്ണുമ്പോൾ ആഴ്ച പ്രസവിക്കുവായിരുന്നു. അല്ല, അവരല്ല, ഇവിടെ പ്രസവം എടുക്കാനുള്ള പേടി കാരണം അവധി എടുത്ത് ഡോക്ടർ വെയിറ്റിരിക്കുവായിരുന്നു. അതാണ്. പിന്നെ ഒരു ഡോക്ടർ സുജനപാലൻ ഉണ്ടായിരുന്നു, ഓർത്തോ? എവിടെ പോവാ? അല്ല, സുജലപാലനെ ഓർക്കാൻ പറഞ്ഞു. ഓർത്തോടെ ഡോക്ടർ സുജനപാലൻ. ഓ, സുജലപാലൻ ഡോക്ടർ. അദ്ദേഹം ഇപ്പൊ ഇവിടെ ഇല്ല. എവിടാ? അദ്ദേഹം വീട്ടിൽ ഇരുന്ന് നോക്കുക. രോഗികളെയോ? അല്ലല്ല, വീട്ടിൽ ഇരുന്ന് കൊച്ചുമക്കളെ നോക്കുക. ഞാൻ ഈ സുജനപാലൻ ഡോക്ടറെ എന്നും അച്ഛനെ കാണിക്കാൻ വരുമായിരുന്നു. നിങ്ങൾ കാണിച്ചിട്ടാണോ സുജനപാലൻ ഡോക്ടർ പുള്ളിയുടെ അച്ഛനെ കാണുന്നത്? പുള്ളിയുടെ അച്ഛനെയല്ല, പിന്നെ എന്റെ അച്ഛനെ കാണിക്കാനായിട്ട് ഞാൻ വരുമായിരുന്നു. അച്ഛൻ എന്തുവായിരുന്നു? അച്ഛൻ എന്തുവാന്ന് വെച്ചാൽ അച്ഛൻ ഈ നടക്കുമ്പോ കിറോ 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 എന്ന് സൗണ്ട് കേൾക്കും. എന്റെ അച്ഛനുണ്ട് കിടക്കുമ്പോഴാ ശബ്ദം. അത് വേറെ സംഭവം. എന്റെ അച്ഛൻ അങ്ങനെ നടക്കുമ്പോഴേ ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഈ സുജനപാലൻ ഡോക്ടറെ കൊണ്ടുവന്ന് അച്ഛന്റെ കിറോ കിറോ കാണിച്ചു. അപ്പൊ ഈ സുജനപാലൻ ഡോക്ടർ നോക്കിയിട്ട് അച്ഛന്റെ കിറോ കിറോ എന്തുവാന്ന് മനസ്സിലായില്ല. അവസാനം സുജനപാലൻ ഡോക്ടർ മെഡിക്കൽ കോളേജിലോട്ട് എഴുതി തന്നു. എന്തോ കിറോ കിറോന്നോ? കിറോ കിറോ ഈ അച്ഛന്റെ അസുഖം മെഡിക്കൽ കോളേജിൽ കാണിക്കാനായിട്ട്. എന്നിട്ട് മാറിയ കിറോ കിറോ? മാറി. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വന്നില്ല. പിന്നെ അച്ഛന്റെ നനഞ്ഞ വാർചെരുപ്പൂരി ഞാൻ തോട്ടി കളഞ്ഞു. അന്നേരം ശബ്ദം മാറി. അന്നേരം മാറി. ഈ ചെരുപ്പിട്ടോണ്ട് നടന്ന സൗണ്ടാണ്. എത്ര രൂപ എന്റെ കളഞ്ഞെന്നറിയോ? അച്ഛന് ചെരുപ്പൊന്നും ഇല്ലയോ? ഇപ്പൊ ഞാൻ മാറ്റി കൊടുക്കത്തില്ല. അയ്യോ, മോശം. അച്ഛന് ചെരുപ്പൊക്കെ മാറ്റി കൊടുക്കണം. പേടിക്കണ്ട, ഞാൻ മാർക്കർ വെച്ച് കാലിന്റെ പൊത്തേക്ക് വാറ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അയ്യോ, സംസാരിച്ചിരിക്കുന്നത് എനിക്ക് പുള്ളിക്കാരനെ കൊണ്ടൊന്ന് ഓപ്പറേഷൻ ചെയ്യണം. അല്ലേ പുള്ളിക്കാരൻ? അല്ല ഗിരീഷേ, ഇയാൾ അങ്ങോട്ട് അകത്തോട്ടും തരാൻ പോകുന്നത്? ഞാൻ ഈ പുള്ളിക്കാരനെ കഥ പറഞ്ഞു കൊടുക്കാൻ കൊണ്ടുപോകും അകത്തോട്ട്. അതല്ല ഞാൻ ചോദിച്ചത്, ഇയാൾക്ക് എന്താ പറ്റിയതാന്ന് ചോദിച്ചതാ. ചോദിക്ക്. അല്ല മാഷെ, എന്താ പറ്റിയതായിരുന്നു? ചച്ചി, എന്താ പറ്റിയതായിരുന്നു? ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24, വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ. 9001-9001-56 8008000120. മിണ്ടുന്നില്ല കേട്ടോ. അതുകൊണ്ട് അകത്തോട്ട് കൊണ്ടുവന്നേ. ഒന്നും മെടുന്നില്ല. കുറച്ചാൾ കിടക്കാൻ കൊണ്ടോട്ടെ കേട്ടെ. ഈ പുള്ളിക്കാരനെ ഈ ഭാര്യയെ വെള്ളം അടിച്ചിട്ട് അടിക്കുമായിരുന്നു. അങ്ങനെ അളിയന്മാരിലാണ് കൂടി വന്നത്. ഇടത്തെ കൈ അടിച്ചങ്ങ് ഓടിച്ചൊക്കെ. മണ്ടൻ. ഇത്രയും വലിയ ശരീരമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏടാ ഗിരീഷ്, ഇഞ്ഞ് വന്നേ. നമ്മൾ ഒരാൾ അടിക്കാൻ വരുവാന്നല്ലേ, അവന്റെ കണ്ണി നോക്കി ആ ചലനത്തിൽ കൂടെ നമുക്ക് അവന്റെ അടി തടയാൻ പറ്റും. ഗിരീഷ്, ഒരു മിനിറ്റ്. അപ്പുറത്തെ മുരളി നിങ്ങളെ അടിച്ചപ്പോ നിങ്ങൾ അവന്റെ എവിടെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു? ഞാൻ അവന്റെ വായി നോക്കി നിൽക്കുമായിരുന്നു. അതെന്താ കാര്യത്തിന്? അല്ല, അവൻ അടിക്കാൻ ഇങ്ങനെ കൈ നോക്കിയപ്പോഴേ കിടക്ക 4-5 തെറി പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ഞാൻ ആ തെറി ഹൃദയസ്ഥമാക്കിയ കൂട്ടത്തിലല്ലേ അവൻ എന്റെ ചെവിക്കലിന് അടിച്ചത്. തെറി കേട്ടത് അത് കഴിഞ്ഞിട്ടൊരു അടി കൊടുക്കാൻ എന്താ? എടി, 4-5 തെറി പഠിപ്പിച്ച ഗുരുവിനെയൊക്കെ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞ മോശമല്ലോടി. ഏത് മൂട് തുടക്കം മൂട്ടെ മുണ്ടെടുത്ത് മൂട് കാണുന്നു.
കഷ്ടമാന്ന് പറ. ഇതൊരു കഷ്ടമായി. നീ എപ്പോ നടക്കുവോ ഇത്? അയ്യോ. എപ്പോഴും നടക്കുക പിന്നെ ഒരു ഡോക്ടർ പറയാതെ ഓപ്പറേഷൻ നടക്കും. ഓപ്പറേഷൻ വരെ നിന്ന ഇപ്പൊ ഇങ്ങനെ പോരുന്നു മനുഷ്യൻ. നല്ലൊരു ഉടുപ്പ് കൊടുത്തിട്ടില്ല. നീ പോണ്ടേ? എന്തുവാ നീ നല്ല സാരിയൊക്കെ കൊടുത്ത് ഇവിടെ എല്ലാരും നോണ്ട തിളങ്ങുന്ന ഉടുപ്പൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ എല്ലാരും? ഞാൻ മാത്രം ഈ കൂറ ഷർട്ടും നോക്ക്. എനിക്കൊരു വെള്ളം കൊണ്ടും വെള്ളം ഉടുപ്പും ഇല്ലാതെ ഞാൻ പുറത്തിറങ്ങത്തില്ല. അറിയത്തില്ല. അറിയാ തേങ്ങ അടിച്ചു പൊട്ടിച്ചിട്ട് കൈ എടുത്ത് അവിടെ വെച്ചത്. അത് തേങ്ങ ഞാനിങ്ങനെ ഇങ്ങനെ പൊട്ടിക്കുകയും വേദന കൊണ്ട് കൈ എടുത്ത് ഇവിടെ വെച്ചു. ഇങ്ങനെ നിന്ന മനുഷ്യനെ ഞാൻ എങ്ങനെ ഷർട്ട് മുണ്ട് പിടിപ്പിക്കും? ഇങ്ങനെ നിക്കറിട്ടുണ്ടായിരുന്നു. ഇല്ലായിരുന്നുണ്ടെങ്കിൽ എന്റെ മാനം കപ്പൽ കയറിയേനെ. എന്തുവാ ഓണമായിട്ട് എന്നെ വലക്കാനെ കൊണ്ട് നിങ്ങൾ ഇതിന്റെ അടുത്തോളം പോയാൽ മതി. ഓപ്പറേഷൻ റെഡി ആവണം. ഓപ്പറേഷനോ? റെഡിയാണ്. ഞാൻ പോയിട്ട് വട്ടേക്കളെ. ഓപ്പറേഷൻ ഇത് കഴിച്ചോളാ. അയ്യാ, ഈ സുരക്ഷയ്ക്ക് കെട്ടി വെച്ചേക്കോ ഇത്? സുരേഷ് ഒക്കെ അല്ല കിട്ടിയത്, നിങ്ങളാ ഇത് കിട്ടിയേക്കുന്നത്. അല്ലേ, എന്റെ സുരക്ഷയ്ക്ക് കെട്ടിയ ഏലസാ ഇത്. ഇത് ഡോക്ടർ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ. എന്തോ ഡോക്ടർ ആദ്യമായിട്ടാണ് ഏലസ് കാണുന്നത്? അതല്ല ഇതൊക്കെ എടുത്ത് കാണണമെന്ന് പറ്റത്തില്ല. ഞാൻ കിടന്നുറങ്ങുമ്പോ വരെ ഇങ്ങനെ ഇത് കെട്ടിക്കൊണ്ടേ ഉറങ്ങത്തുള്ളൂ. ഇയാൾ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഇത് മുഖത്ത് കൊള്ളത്തില്ല, നോത്തില്ല. അത് എവിടെയെങ്കിലും കൊള്ളട്ടെ, തനിക്കെത്തുവോ? പോയിട്ട് വട്ടേക്കളെ. പ്രാർത്ഥിക്കണേ. ഗിരീഷ് അങ്ങ് പോവാന്നോ? പോയ പോലെ ഇങ്ങനെ കൊണ്ടുവരണേ. അപ്പൊ ഒന്നും ചെയ്യട്ടെ? അയ്യ അതന്നെ രക്ഷയാക്കി തരണേന്ന് പറയുമായിരുന്നു. കുഴപ്പമൊന്നുമില്ല ചേച്ചി, എല്ലാ കാര്യങ്ങളും റെഡിയാവും. അതാ പിന്നെ അല്ലേ, ഞാൻ വേറെ കാര്യമുണ്ട്. ഇതിനൊക്കെ മുമ്പേ ഒരു സംഭവം ഉണ്ട്. ലാലേട്ടന്റെ ഫിഗർ ചെയ്യോ നീ? ഫിഗർ ചെയ്യുന്നല്ല, എന്തുവാ ഇവിടെ കൊണ്ടുവന്നേക്കില്ലേ? വലിയ പരിചയമൊന്നുമില്ല ചേച്ചിക്ക്. ഇല്ല സംഭവം ഇവിടെ കൊടുക്കുന്ന എല്ലായിടത്തൊക്കെ അങ്ങനെ. എന്തുവാന്ന് മനസ്സിലായില്ലെന്ന്. കൈ മടക്ക് അങ്ങനെ മടക്കാനല്ലേ പറഞ്ഞേ? പൈസ അയ്യോ, അത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടറൊക്കെ നല്ല ഡോക്ടറാണ്. ഡോക്ടറിന് അറിയത്തില്ലയോ? ഇല്ല. കാരണം അമേരിക്ക ഇരുന്നുകൊണ്ട് ഇവിടെ ഓപ്പറേഷൻ ചെയ്ത ആളാ. അത്രയുള്ള കത്രിയുണ്ട് പുള്ളിയുടെ കയ്യില്. കത്രികന്നല്ല പറഞ്ഞത്, കമ്പ്യൂട്ടർ വഴി ഓപ്പറേഷൻ ചെയ്ത ആളാ. ഡോക്ടർ വില്യൻ ഡിക്രൂസ് എന്ന് കേട്ടോ? ഇല്ല, ഇപ്പൊ കേട്ട്. ആ പുള്ളിക്കാരൻ ചെയ്യുന്നു പൈസ. അത് നീ ഇത് കഴിയട്ടെ ഗിരീഷ്. എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കി ഗിരീഷ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന സാധാരണക്കാരുടെ അവസ്ഥയൊന്നും മനസ്സിലാക്കി ഗിരീഷ്. ശരി. എന്താ ഇത്? നിങ്ങൾ അവിടെ ചെന്ന് നിർബന്ധം പറഞ്ഞ വെള്ള ഉടുപ്പ് വേണമെന്ന്? ഇവിടുത്തെ യൂണിഫോം ഇത് കണ്ടിട്ട് പഠിക്കാൻ വന്ന സിസ്റ്റർ പറയാ ചോക്ലേറ്റിന്റെ പൃഥ്വിരാജെ പോലുണ്ടോ? ശരിയാ, ഈ ഒരു സൈഡിൽ നോക്കുമ്പോ ഒരു പൃഥ്വിരാജ് കട്ടുണ്ട്. നീ വീട്ടിൽ പോയി പുത്തൻ ഉടുപ്പ് ഷർട്ട് മാറ്റി വെച്ചിട്ടില്ല, അത് എടുത്തോണ്ട് വാടി. ഓണസദ്യക്ക് കയറാൻ പോകുന്നു നിങ്ങള്? ഓപ്പറേഷൻ കയറാൻ പോയില്ലേ? കുഴപ്പമില്ല, നിങ്ങൾ പോയിട്ട് അങ്ങനെ നോക്കല്ലേ കനകമ്മേ. പോയിട്ടോ. പറഞ്ഞിട്ട് പോ ഗിരീഷ്. പ്രളം പിടിച്ചിരിക്കുന്ന കഞ്ഞി തിരുന്നതിന് മുമ്പ് എനിക്ക് പോയി മായ്ക്കണം. എന്താ പൊറോട്ടയോ എന്താ വേണേലും ഞാൻ മേടിച്ചു തരാം. പുരുഷോത്തമന്റെ ഓപ്പറേഷൻ കഴിഞ്ഞോ ഗിരീഷ്? പുരുഷോത്തമന്റെ ഓപ്പറേഷൻ എപ്പോഴേ കഴിഞ്ഞു. ആണോ? എന്താ കാണിക്കുന്നത്? ദൈവത്തെ നോക്കി കൊഞ്ഞനം കാണിക്കുമെന്ന്. എനിക്ക് വാരത്തിന്നതിന് കുഴപ്പമൊന്നുമില്ലേ? വാരത്തിനാൻ വേണ്ടി ആദ്യത്തെ പാചകമല്ലായിരുന്നു നടന്നോണ്ടിരുന്നത്. അതല്ല, വലത്തെ കൈയില് ഇപ്പൊ കൈ അനക്കി വാരത്തിന്നതിന് കുഴപ്പമൊന്നുമില്ലേ? പുരുഷോത്തമന്റെ വലത്തെ കൈയിലല്ലേ, ഇടത്തെ കൈയിലായിരുന്നു ഓപ്പറേഷൻ. നല്ല പാഞ്ചിന്റെ സിബ് വരുന്ന ഒരു കീറി അങ്ങ് വിട്ടില്ലേ ഡോക്ടറെ കൊണ്ട്? ഇല്ലേ? അണ്ണോ, തേങ്ങ പൊട്ടിച്ചതാ. വലത്തെ കൈ. അല്ല, പുരുഷോത്തമന്റെ ഇടത്തെ കൈയിലായിരുന്നു ഓപ്പറേഷൻ. വലത്തെ കൈ. ഞാൻ അകത്തിരുന്ന് കണ്ടതാണോ? എനിക്ക് മനസ്സിലാവത്തില്ല. നിങ്ങളാണോ പോയി കണ്ടത്? ഞാനല്ലേ കണ്ടേ? ഗിരീഷേ, കാര്യം വിട്. എനിക്ക് മനസ്സിലായി. നീ എന്നോട് കൈമടക്ക് ചോദിച്ചപ്പോ എനിക്ക് തരാൻ പൈസ ഇല്ലായിരുന്നു. അന്നേരം നീ ഇത് മനഃപൂർവ്വം ചെയ്തില്ല. ഞാനിത് അധികൃതരോട് ഞാനിത് പറയും. അധികൃതരോട് ഞാനിത് പറയും. ഉപ്പേരി ഈ അവസ്ഥയില് അല്ല ചേച്ചി, ഞാൻ പറഞ്ഞത് സത്യമാണ്. പുരുഷോത്തമന്റെ ഇടത്തെ കയ്യിലാണ് ഇത്ര നടന്ന് കീറിയത്. ഡോക്ടറും നേഴ്സും കൂടെ ഇങ്ങനെ തുണി ചുറ്റി കൊതി തീരാഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കണ്ട് ചുറ്റാനും പോയി. എന്റെ ദൈവമേ, ഞാൻ ഇതെന്തോ കേൾക്കുന്നത്? വലത്തെ കൈ ഓപ്പറേഷൻ ചെയ്യേണ്ട ആള് ഇടത്തെ കൈ ഓപ്പറേഷൻ ചെയ്യുന്നത് അങ്ങനല്ലല്ലോ. ഇങ്ങോട്ട് എന്റെ ദൈവമേ, ഞാൻ എന്തോ ചെയ്യുമെന്ന് പറ. വേല ചെയ്തോണ്ട് വരുന്ന ഒരു മനുഷ്യനായിരുന്നേ. ഉണ്ടല്ലോ
കള്ളി അയ്യോ ഞാനാണ്. CCTV അറിയാ ആരോട് വെച്ചിട്ടാ എന്റെ ബാഗ് തപ്പുന്നത്? അയ്യോ ഞാൻ പുരുഷനാണ്. ഞാൻ സ്ത്രീയാന്ന്. ഇങ്ങോട്ടിരിക്കടി. അയ്യോ നിങ്ങളുടെ താടി മൂടിയൊക്കെ എന്തിയെ? അത് ഞാൻ അകത്തോട്ട് പോയപ്പോ അവര് കട്ട് ചെയ്ത് കളഞ്ഞു. ഡോൺ ഓഫർ വല്ലതും ആയിരുന്നു ഓപ്പറേഷൻ ചെയ്യുന്നവർക്ക് അങ്ങനെ? താടിയും മുടിയും മീശയൊക്കെ വെട്ടി വൃത്തിയായില്ലേ. ഇത് ഓപ്പറേഷൻ ചെയ്യാത്തില്ല, മാത്രമല്ല ഇത് തല്ലി ഓടിക്കൊന്നും പറഞ്ഞു. നിങ്ങളുടെ കൈ ഓപ്പറേഷൻ ചെയ്തില്ലയോ? ഇല്ല, എനിക്ക് സഡേഷൻ തന്നിട്ട് മയങ്ങിയില്ല, അവര് തീർന്നു, വേറെ വാങ്ങിക്കാൻ പോയിക്കോ. പുരുഷോത്തമന്റെ ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് എന്നോട് ഒന്ന് പറഞ്ഞ്. എടി ഇപ്പൊ ഒരാളെ തെളിക്കൊണ്ട് പോയില്ലേ ഗിരീശൻ, ആ പുള്ളിയുടെ പേരും പുരുഷോത്തമൻ എന്നാ. അപ്പൊ ആ പുരുഷോത്തമന്റെ ഓപ്പറേഷൻ ആണ് കഴിഞ്ഞത്, എന്റെ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ വെറുതെ ആൾക്കാർ പറയുന്നതാണ് അനാസ്ഥയാണ് അശ്രദ്ധയാന്നൊക്കെ കേട്ടോ. എന്റെ അഭിപ്രായത്തിൽ അതാണ്. അതാ ഇവരെന്താ ഇവിടെ കിടന്നുറങ്ങുന്നേ? ഗിരീഷേ, എന്റെ മോനെ നീ ഡ്യൂട്ടി സമയത്ത് വിളിക്കല കുറച്ചു നേരം കൂടെ കിടന്നുറങ്ങി. അയ്യോ മക്കളെ എനിച്ചാട്ട ഇത് ഗിരീഷ ക്ഷമിക്കണേ ക്ഷമിക്കണേ, ആളറിയാതെ ചെയ്തു പോയതാ ഗിരീഷേ. അറിയാതല്ല, കറക്റ്റ് എന്നെ നിങ്ങളടുത്ത് ചെയ്തത്. അല്ല, സംഭവം എന്തുവാ, സംഭവം എന്തുവാ? എനിക്കറിയത്തില്ല. നിങ്ങളുടെ പേരെന്തുവാ? എന്റെ പേര് PK പുരുഷോത്തമൻ. അവിടെ KP പുരുഷോത്തമന്റെ ഓപ്പറേഷൻ കഴിച്ചെന്നാ ഞാൻ പറഞ്ഞു. ഇവരെന്നെ എടുത്തിട്ട് അടിച്ചത്. ഇൻഷ്യൽ എന്നോട് പറഞ്ഞില്ല, ഇൻഷ്യലിന് ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ ഇച്ചിരി മുന്നേ അറിഞ്ഞത്. അത് സാരമില്ല ഗിരീഷ്, അങ്ങ് ക്ഷമിച്ചില്ല. അത് ഓപ്പറേഷൻ ചെയ്യാൻ മാമ. ഇതഴിച്ചു കളയണേ ഗിരീഷ, കൊണ്ടുപോക്കോ. എവിടോട്ട്? ഓപ്പറേഷൻ ഓപ്പറേഷൻ എന്നെ അടിച്ചവരെ തിരിച്ചടിച്ചിട്ടേ ഈ ഓപ്പറേഷൻ ഞാൻ ചെയ്യത്തുള്ളൂ. ഇവിടെ ചേട്ടനാ കൊള്ളു ഓപ്പറേഷൻ ചെയ്യണ്ടേ? ചേട്ടന്റെ കൈ അണ്ണാ എന്തോ ചേട്ടനും കൊടുത്തു, നോവിക്കല്ല, പതുക്കെ അടിക്കോ, പതുക്കെ അടിക്കോ. ഒരു കാര്യമുണ്ട്, ഞാനങ്ങനെ സ്ത്രീകളെ അടിക്കാറില്ല. നല്ല ആള്, നല്ല വ്യക്തിത്വം. ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം. അടിപൊളി. വാ ഓപ്പറേഷൻ വാ. ഇവരെ അടിക്കുന്നതിന് പകരം എനിക്ക് നിന്നെ അടിക്കണം. അതത്രേ ഉള്ളൂ. ആണുങ്ങളാകുമ്പോൾ അങ്ങനെ ചെയ്യണം, അങ്ങനെയാ ചെയ്യണം. നല്ല വശവാ. അതുമല്ല ഇപ്പോഴത്തെ സ്ത്രീകളുടെ മേലെ കൈവെക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് വലിയ വലിയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് താനും. അതൊക്കെ അറിയാറില്ലേ? അതൊക്കെ എനിക്കറിയായിരുന്നു. ചെയ്തോ കൊട്ടാശം കൊടുക്കുന്നു. ഗിരീഷോ ഞാൻ അടിക്കല്ലേ, അടിച്ചിട്ട് മതി. എന്നെ അടിച്ചാൽ ഓപ്പറേഷൻ ചെയ്ത് തരുമോ? അടിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കി തരുമല്ലോ? ശരിയാക്കി തരാം. അങ്ങനെ ഉണ്ട്. എന്റെ കൈ ഓപ്പറേഷൻ ശരിയാക്കുന്നതിന് മുമ്പ് ഇവിടെ 2 കൈ ഓപ്പറേഷൻ ചെയ്ത് കെട്ടി അങ്ങ് വെച്ചേര്. അതെന്താ? മേലാൽ ഒരു പുരുഷനും ഇങ്ങനെയുള്ള ഗതികേട് ഉണ്ടാവരുത്. കിട്ടിക്കൊണ്ടിരുന്ന ഇല്ലയോ? ഇടയ്ക്കിടയ്ക്ക് നൈസായിട്ട് കൊടുക്കൈ.